നല്ല വരട്ടിയെടുത്ത കക്ക റെഡിയാക്കാനായിട്ട് ആദ്യം തന്നെ കക്ക ഒരു 10 മിനിറ്റ് ഫ്ലെയിം ഓണാക്കി വെള്ളം ഉപ്പ് ഒന്നും തന്നെ ചേർക്കാതെ അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. അതിനുശേഷം ഒന്ന് തുറന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ആയിട്ടുണ്ടാവും. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ചൂടാറിയതിന് ശേഷം നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. ഇതിൻ്റെ ബാക്കിലുള്ള ഒരു വേസ്റ്റൊക്കെ കളഞ്ഞ് നല്ല രീതിക്ക് ക്ലീൻ ചെയ്തെടുക്കാം. എന്നിട്ട് പച്ചവെള്ളത്തിൽ നല്ല രീതിക്ക് കഴുകിയെടുക്കണം. ആദ്യം നമ്മളിത് ഒട്ടും വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് നല്ല രീതിക്ക് വാഷ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്കുള്ള ഇൻഗ്രീഡിയൻസൊക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ 2 സവോള അരിഞ്ഞിട്ട് കൊടുത്തു. പിന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു. ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തു. ഇനി നമ്മുടെ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിക്ക് ഒന്ന് കുഴച്ച് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഒരു ചട്ടിയിൽ എണ്ണ ചൂടാവാനായിട്ട് വെക്കണം. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ ഈ കുഴച്ച മിക്സ് അതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഇത് നല്ല റോസ്റ്റ് ആയിട്ടും കഴിക്കാം. അതല്ല നല്ല ബ്ലാക്ക് കളറിൽ വരട്ടിയെടുത്തിട്ടും കഴിക്കാവുന്നതാണ്. വരട്ടി ഈ ഒരു ലെവലിലേക്ക് എത്തുമ്പോൾ ഒരു പിടി തേങ്ങയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ട് വരും. ഇനി നമ്മുടെ ഇഷ്ടാനുസരണം ഒന്ന് വഴറ്റി കൊടുക്കാം. ഞാൻ നല്ല ബ്ലാക്ക് കളറായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. എനിക്കിങ്ങനെ കഴിക്കാനാണ് കൂടുതൽ ഇഷ്ടം. കൂടുതൽ ടേസ്റ്റ് തോന്നിയിട്ടുള്ളതും ഈ ഒരു ബ്ലാക്ക് കളറിലാണ്. അപ്പോൾ ഇത് അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.